ഹലോ ഗൈസ്, നമുക്കിന്നൊരു വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന സാൻഡ്വിച്ച് ഉണ്ടായത് നിങ്ങൾക്കറിയുമോ? സാൻഡ്വിച്ചിൻ്റെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1762 അങ്ങ് ഇംഗ്ലണ്ടിലാണ്. അന്ന് ഇംഗ്ലണ്ടിലെ സാൻഡ്വിച്ച് എന്ന പട്ടണത്തിൽ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, ജോൺ. തൻ്റെ ചൂതാട്ടക്കളിക്ക് പേരുകേട്ട ജോണിന് മണിക്കൂറുകളോളം തുടർച്ചയായി ചൂതാട്ടൽ ഏർപ്പെടുന്ന ശീലമുണ്ടായിരുന്നു. ഒരിക്കൽ ദീർഘനേരം കളിച്ചുകൊണ്ടിരുന്ന ജോണിന് വിശന്നു. എന്നാൽ ഭക്ഷണം കഴിക്കാനായി തൻ്റെ കളി നിർത്താൻ ജോണിന് താല്പര്യമില്ലായിരുന്നു. അതിനാൽ തൻ്റെ കളിയെ തടസ്സപ്പെടുത്താതെ തന്നെ ആഹാരം കഴിക്കാൻ 2 ബ്രെഡിനിടയിൽ ഇറച്ചി കഷ്ണങ്ങൾ വെച്ചുകൊണ്ടുവരുവാൻ ജോൺ തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. അവർ അത് കൊണ്ടുവരികയും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ജോൺ അത് കഴിക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ സൗകര്യപ്രദമായ ഭക്ഷണം സാൻഡ്വിച്ച് എന്നറിയപ്പെട്ടു. അപ്പോൾ കഥ പറഞ്ഞ് സമയം പോയെത്തന്നെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. സാൻഡ്വിച്ചിന് ആവശ്യമായ ക്യാപ്സിക്കം, കുക്കുംബർ, ഒനിയൻ, ടൊമാറ്റോ, ക്യാബേജ് ഇത്രയാണ് വേണ്ടുന്നത്. എൻ്റെ സാൻഡ്വിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു ലോഡ് പച്ചക്കറി തട്ടിയതുപോലെ ആയിരിക്കും തോന്നുന്നത്. ഇത് ചീസി സോസ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ വേണ്ട. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എടുത്തു. പിന്നെ നമുക്ക് കുറച്ച് മയണൈസ് ആഡ് ചെയ്യാം, പിന്നെ ടൊമാറ്റോ പേസ്റ്റ്. നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. നമുക്കിനി 2 ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന സോസ് അതിലേക്ക് തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അത് മാർച്ച് 10 ഇന്ന് തൊട്ടാണ് തുടങ്ങാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് എന്താണ് കഴിച്ചത് എന്നുള്ളതിൻ്റെ എല്ലാം വീഡിയോ നാളെയാണ് വരുന്നത്. അപ്പം നിങ്ങൾക്കത് ഫോളോ ചെയ്യാമെന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. ഞാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരുപാട് ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ മടുത്തു. അതുകൊണ്ടൊരു 7 days ചാലഞ്ച് എടുത്തിട്ട് അതിൻ്റെ അപ്ഡേഷൻ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വെയിറ്റ് എത്രയാണ് എന്നുള്ളത് അതിൻ്റെ അപ്ഡേഷൻ അപ്പം ചെയ്യണം. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് എല്ലാം അറേഞ്ച് ചെയ്തു. അതിൻ്റെ മണ്ടയ്ക്കോട്ട് ചീസ് ഇട്ടു. ചീസ് അറേഞ്ച് ചെയ്തിട്ട് മറ്റേ ബ്രെഡ് എടുത്ത് നമുക്ക് അടച്ച് വെക്കാം. നമുക്കതിനി സാൻഡ്വിച്ച് മേക്കറിലേക്ക് വെക്കാം. ഈ സാൻഡ്വിച്ച് മേക്കർ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്. ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ സി പ്രതാപ് റെഡ്ഡി സാറിൻ്റെ ബർത്ത്ഡേയുടെ ടൈമിൽ എല്ലാ വർഷവും ഇത് തരുന്നുണ്ട്. ഫെബ്രുവരി 6 പുള്ളിയുടെ ബർത്ത്ഡേ. ഞാൻ ഇതിലൊരല്പം ചീസ് തടവിയിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി നോൺ സ്റ്റിക്ക് അല്ലേ, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്നിട്ട് ഇത് രണ്ടും എടുത്തു വെക്കാം. നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ച് മേക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ പാനിൽ ചെയ്താൽ മതി. ഞാൻ ഇതിനു മുമ്പ് ചെയ്യുന്നത് പാനിലായിരുന്നു. പാൻ ചെയ്തെന്ന് പറഞ്ഞതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കുറയാൻ പോകുന്നില്ല. നിങ്ങൾ എന്തായിരുന്നാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പം നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സാൻഡ്വിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ സാൻഡ്വിച്ച് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്ത സമയത്ത് വെജിറ്റബിൾസ് നല്ല രീതിയിൽ ഫൈൻ ചോപ്പ് ചെയ്തിട്ട് ടൊമാറ്റോ സോസും നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡിനകത്ത് സ്പ്രെഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം അതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് അതിനകത്ത് ആഡ് ചെയ്യുകയും ചെയ്യാം. ഡയറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് കഴിക്കില്ല. ഇതാവുമ്പോൾ നമുക്ക് അടയ്ക്കുന്നതിനും എല്ലാത്തിനും പരിമിതികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സാൻഡ്വിച്ച്. ലൈക്ക്, ഷെയർ, കമൻറ്റ്.